السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي أنعم علينا بالإيمان، والصلاة والسلام على من أنزل عليه القرآن وعلى آله وصحبه ومن تبعهم بإحسان. أما بعد. ഖുർആനിക ക്ലാസ് അൽഹംദുലില്ലാഹ് ഇന്ന് ആരംഭിക്കുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗം ഫളാഇലു തിലാവ, ഖുർആൻ പാരായണത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നാം തുടങ്ങുന്നത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സയ്യിദന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഇഖ്റഅ, നബിയെ ഒന്ന് ഓതണം, ബിസ്മി ഇസ്മു കൊണ്ട്, റബ്ബിക ഖലഖ് അങ്ങയുടെ പടച്ചവനായ അല്ലാഹുവിൻ്റെ ഇസ്മു കൊണ്ട് അങ്ങ് ഓതണം നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു. ആ ഒരു ആയത്തിൻ്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും, ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ഇനി മുതൽ ബിസ്മി കൊണ്ട് തുടങ്ങാൻ ശ്രദ്ധിക്കുക. വാഹനത്തിൽ കയറുമ്പോഴായാലും, ഭക്ഷണം കഴിക്കുമ്പോഴായാലും, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോഴായാലും, എന്ത് കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങാൻ ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ്, അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ. സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ എന്ന് പറയുന്നത് അത് ഖുർആൻ പഠിക്കുന്നവനും ഖുർആൻ പഠിപ്പിക്കുന്നവനുമാണ്. ഈ ഖുർആൻ പഠിക്കുന്ന ആള്, അത് പഠിപ്പിച്ച ആള് നല്ല രീതിയിൽ സ്വരമാധുര്യത്തോടു കൂടെ, നല്ല ശൈലിയിൽ, അക്ഷരഭംഗിയോടു കൂടെ അവൻ ഖുർആൻ ഓതിയാൽ നാളെ ഖിയാമത്ത് നാളിൽ സഫറ എന്ന മലക്കുകളുടെ കൂടെ സ്വർഗത്തിൽ വസിക്കുമെന്ന് സയ്യിദ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇതും ഇമാം മുസ്ലിം തങ്ങളും ഇമാം ബുഖാരി തങ്ങളും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നതാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു നാട്ടിൽ നിയമാനുസൃതം അല്ലെങ്കിൽ തജ്വീദ് നല്ല രീതിയിൽ പഠിച്ചിട്ട് അതനുസരിച്ച് ഒരാൾ ഖുർആൻ ഓതിയാൽ, അല്ലെങ്കിൽ അവൻ ഖുർആൻ മനഃപ്പാഠമാക്കി, നല്ല തജ്വീദ് അനുസരിച്ച് അതിൻ്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് അവൻ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ദിനേന അവൻ ഖുർആൻ ഓതുകയും ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കും എന്ന് മാത്രമല്ല, അവൻ്റെ അഹ്ലുകാരിൽപ്പെട്ട, അവൻ്റെ കുടുംബക്കാരിൽപ്പെട്ട 10 പേർക്ക്, നരകാവകാശികളായ 10 പേർക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അവൻക്ക് അല്ലാഹു നൽകുമെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് അലി റളിയല്ലാഹു പറയുന്ന ഒരു ഹദീസ്. ഇത് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതാണ്. നമ്മുടെ ഒരു ദിവസം കടന്നു പോകേണ്ടത് സൂറത്തു യാസീൻ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ മുൽക്ക്, ആയത്തുൽ കുർസി, ലൗ അൻസൽനാ, ആമന റസൂൽ, ഇഖ്ലാസ്, മുഅവ്വിദതൈൻ എന്നിവ പതിവാക്കിയിട്ട്
എന്ന് പതിവായുള്ള ഈ ഒരു സൂറത്തുകളും ആയത്തുകളൊക്കെ ഓതിയിട്ടാണ് നമ്മുടെ ഓരോ ദിവസങ്ങളും നമ്മിൽ കടന്നു പോകേണ്ടത്. ഓരോ ദിവസവും നാം ഖുർആനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഖുർആൻ പഠിക്കലും ഓതലും മനഃപ്പാടമാക്കലും വളരെ പുണ്യമുള്ളതാണ് എന്നുള്ളത് പറഞ്ഞു. അതിനാൽ എല്ലാ ദിവസവും നാം ഖുർആൻ ഓതണം. ഖുർആനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസവും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. ഓതുന്നവർക്ക് ശഫാഅത്ത് ചെയ്യാനായിട്ട് അന്ത്യനാളിൽ ഖുർആൻ നമ്മുടെ അരികിൽ വരും. ഇത് ഇമാം മുസ്ലിം തങ്ങൾ പറഞ്ഞതാണ്. ഖുർആൻ ഓതുന്ന മുഅ്മിനിൻ്റെ ഉദാഹരണം മധുരമുള്ള ഓറഞ്ച് പോലെയാണ്. അവൻ മധുരമുള്ള ഓറഞ്ച് പോലെയാണ്. കാരണം എന്താ? അതിൻ്റെ വാസന തൃപ്തികരവും അതുപോലെ അത് വളരെ സ്വാദിഷ്ടവുമാണ്. മനോഹരമായ ഒരു ഓറഞ്ച് കാണുമ്പോൾ അതിൻ്റെ നിറം കാണാനും അതിൻ്റെ മധുരവും എല്ലാം വളരെ ആകർഷണീയമാണ്. അതുകൊണ്ടാണ് ഓറഞ്ചിനോട് ഖുർആൻ ഓതുന്നവരാടെ അതിൻ്റെ ഉദാഹരണം കൊടുത്തത്. ഖുർആനിൻ്റെ നിയമങ്ങളും അതിൻ്റെ ആദാബുകളും പാലിച്ചു പാരായണം നടത്തുന്ന ഒരു മനുഷ്യന് അവൻ ഓതുന്ന ഓരോ അക്ഷരത്തിനും 10 വീതം പ്രതിഫലമുണ്ടെന്ന് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നല്ല രീതിയിൽ ഖുർആൻ ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.